അപ്പൊ നോക്കിയേ എന്ത് ഭംഗിയ പിടിച്ചില്ല സമയം പോണെന്ന് അറിയണില്ല കേട്ടാ ഇല്ലേ ബാഗ് എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ വായോട്ടാ. ഇന്ന് നമുക്കുണ്ടല്ലോ കുറച്ച് പപ്പായും കുറച്ച് ചീരയ്ക്ക് അരിയാനുണ്ട്. ചീര എന്ന് പറഞ്ഞാൽ നമ്മുടെ സുന്ദരി ചീര, പിന്നെ വൈപ്പിലി ചീര, പിന്നെ നമ്മുടെ ബ്ലാത്താങ്കരി ചീര. അപ്പോൾ ശരിക്കും ഇന്ന് ഞാൻ ചീര അറിയുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മുടെ തൊട്ടുള്ള വീട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ ചീരയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല കൊടുക്കുമ്പോൾ എന്താ പറയണമെന്നറിയാം. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അരിഞ്ഞ് അവർക്ക് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അതിന് മുന്നായിട്ട് നോക്കിയ ഷായിട്ട് അവിടെ ഒരു തെങ്ങിൻ്റെ കടി നല്ല ഭംഗിയില്ലേ. അത് എന്താ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാട്ടിത്തരാം. ദേ അങ്ങോട്ട് പോവാം നമുക്ക്. ഇവിടെ ആയിട്ടാട്ടോ ഷേട്ടൻ കളിക്കണത്. നമ്മുടെ ഒരു തെങ്ങിൻ്റെ കട നല്ല വട്ടത്തിലാട്ടോ ഷേട്ടൻ കളിച്ചെടുക്കണത്. എന്താ ഇതിങ്ങനെ കളിക്കണതിനൊരു ഉദ്ദേശം കൂടി ഉണ്ട് നമ്മള്, അല്ലേ ഷേട്ടാ? ഇവിടെ എന്ന് പറഞ്ഞാലേ തെങ്ങേറിന പട്ടകള്, ഈ വാഴര ഇതുകൾ, വാഴര പിണ്ടികൾ എല്ലതും ഇതിൽ വെട്ടിയിടാം. അപ്പോൾ നമുക്ക് വേറെ കുഴിയേ വേറെ ഒന്നും കുത്തണ്ട. കറക്റ്റ് ഇവർക്ക് വളം കിട്ടി. ഞാനൊരു ഇത് കാട്ടിത്തരാം. കമ്പോസ്റ്റ് പോലെയാവും. നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാന്ന് നോക്കിയാൽ പട്ടയ്ക്ക് വെട്ടിയിട്ടതാ. നോക്കിയേ ഇതേമാതിരി ഇതിൽ വെച്ചിട്ട് നോക്കിയേ കണ്ടോ ഒക്കെ ഇതൊക്കെ ചെതലായിട്ടേ നല്ല മണ്ണ് കണ്ട നല്ല കറുത്തിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതാണ്. ഇപ്പം അതേമാതിരി ഞാൻ കുറേ പട്ടകൾ ഇവിടെ വെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മീതെ ഈ മണ്ണിട്ട് ഇത് ദ്രവിച്ച് പൊക്കോളൂ ഇവിടെ. അതന്നെ നമുക്ക് കണ്ട ഇത് കണ്ടറിയാം. കണ്ട നമ്മളിത് കുറേ പട്ടകൾ കാരണം അങ്ങനെ ഇട്ട് വെക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഷായിട്ട് അവിടെ നിന്ന് അതിലുണ്ടായിരുന്ന കുറേ കൂടി വേസ്റ്റ് അതും ഇങ്ങോട്ട് കോരിട്ടൂട്ടാ. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാനും പറ്റൂട്ടാ. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ നട്ടു കൊടുക്കാം സുഖമായിട്ട്. ഇങ്ങനെയുണ്ട് ഒരു ഐഡിയ. അതന്നെ ശരിക്കും തെങ്ങ് മാന്തേണ്ട സമയം നല്ല. ഇപ്പോൾ എന്നാലും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ വേസ്റ്റുകളും പിന്നെ ഒക്കെ കൊണ്ടുവന്നിടാം. പിന്നെ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിട്ടോ ഒന്നൊരു ഐഡിയ പ്രകാരം അല്ല ലേശമായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടല്ല അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണില്ല കേട്ടോ. അപ്പൊ തെങ്ങിന്റെ കട നമുക്കറിയാം ഇപ്പൊ മാന്തണ ടൈമല്ല. പക്ഷെ നമ്മൾ നനക്കിലൊക്കെ ചെയ്യണ കാരണം നമ്മൾ മാന്തനും ഇതേപോലെ കുറച്ച് വേസ്റ്റ് ഒക്കെ ഉള്ള കാരണം ഇതിലേക്ക് ഇട്ട് കൊടുക്കണല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട്. ഇതിന് കിട്ടുന്ന കമ്പോസ്റ്റ് മാതിരിയുള്ള മണ്ണാണ് ശരിക്കും ഇത്. നോക്കിയാ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് മുളക് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഈ തെങ്ങിന്റെ കടക്കിലുള്ളതാണ് നമ്മൾ ഇപ്പൊ ഈ മുളകിന്റെ കടക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല കമ്പോസ്റ്റ് ആയിട്ട് കിട്ടിയില്ലേ നമ്മുടെ ചവറും ഇതേപോലെയുള്ള മണ്ണുകളും. വേറെ ഒരു സാധനം വേണ്ടതിന് അതന്നെ കോഴിക്ക് ഇട്ട് കൊടുക്കട്ടെ നമ്മൾ മുളകിന്. പക്ഷെ നല്ല നനയും വേണം കേട്ടാ. അങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണ കാരണം നമുക്ക് ചില സമയത്ത് നമ്മൾ കോഴിക്കാട് ഇട്ട് കൊടുക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇതിന്റെ കടക്കിലേക്ക് ഒന്നും ചെയ്ത് ഇവിടെ ഇങ്ങനെ മണ്ണ് കണ്ട ഇങ്ങനെയിട്ടുള്ളോ ഇങ്ങനെ. ഇനി ഞാൻ പോയിട്ട് നമ്മുടെ ചീര അരിയട്ടെ. ഈ ഇതിടുന്നതിൻ്റെ കാരണം ഉണ്ട് കേട്ടാ. ഇതിലേ തെങ്ങിൻ്റെ വേര് ഒക്കെ ഉണ്ടാകുമ്പോൾ കൈക്കോട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ തെന്നി വരും. അപ്പോൾ ഒരു ചെറിയൊരു തട അതാണ്. ശരിക്കും നമ്മൾ പാമ്പിനെ പേടിച്ചിട്ട് ആദ്യം പേടിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് ഉപകാരം എങ്ങനെയാണ്? ചീര അരിനേക്കാളും മുന്നേ നമുക്ക് പപ്പായ പൊട്ടിക്കാം. ഈ പപ്പായക്ക് തന്നി നാടൻ പപ്പായ കേട്ടാ. അയ്യോ നിലത്ത് വീണ്ട് പൊട്ടിക്കണം വെച്ചതായിരുന്നു. പിടിച്ചില്ലേ? ഇനി അതുമ്മയാണുള്ളത്. ഇത് ചിലപ്പോൾ എനിക്ക് കയ്യെത്താനുള്ള സാധ്യതയുണ്ട്. നാടൻ പപ്പയാകുമ്പോൾ മഴക്കാലത്തൊന്നും അങ്ങനെ നാശമായി പോവാറില്ല കേട്ടോ. നമുക്ക് കിട്ടാറുണ്ട്. ഒരു മഴക്കാലം വന്ന് പോയാലും ഇതാ ഈ ഒരു സമയത്താട്ടാ ശരിക്കും പപ്പായ തിന്നാനായിട്ട് ഏറ്റവും ടേസ്റ്റ്.
ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ കറുകറാന്ന് കടിക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അത് ഈ സമയം ഇതിൽ കഴിക്കാൻ അവർ നന്നായി കഴിച്ചോളൂ. ഇനിയിപ്പോൾ നമ്മുടെ ചീരരി സുന്ദരി ചീരനെ കുറിച്ച് പിന്നെ എന്താ പറയാല്ലേ അല്ലേ, എപ്പോഴും പറയണതല്ലേ നമ്മള്. നമ്മളെ 3 തരം ചീര കൊടുക്കണായിരുന്നേ, കുറച്ച് വേണ്ട കേട്ടോ അവർക്ക്. ഇത്രയും ചീരയായിട്ട് നമ്മൾ സുന്ദരി ചീര അരിഞ്ഞെടുക്കണേ. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബ്ലാത്താങ്കര ചീര, ബ്ലാത്താങ്കര ചീര വെച്ചിട്ട് ഫസ്റ്റ് ടൈമായിട്ടാണ് ബ്ലാത്താങ്കര ചീരയും അതേപോലെ തന്നെ നമ്മുടെ സുന്ദരി ചീര അരിഞ്ഞെടുക്കുന്നത്. ഇവിടെ പുതിയത് വെച്ചായിരുന്നു, അവിടേക്ക് നമ്മൾ പല വട്ടം അരിഞ്ഞിട്ടുണ്ട്. ഇനി അവിടെയുണ്ട് കുറച്ച്, അതിൽ നിന്നും കൂടി അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും ബ്ലാത്താങ്കര ചീര അരിഞ്ഞെടുത്തു. നമ്മുടെ തനി നാടൻ ചീര നോക്കിയേ, എന്താ തനി നാടൻ ചീരയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ബ്ലാത്താങ്കര ചീരയുടെ വ്യത്യാസം മനസ്സിലാവുക. എന്താ റൗണ്ട് അല്ല പോലെ ഇരിക്കും. ഇനി നമ്മുടെ മയിൽപ്പീലി ചീല, ഇപ്പം നോക്കിയേ 3 ചീരയുടെയും വ്യത്യാസം അറിയാം. എടുക്കട്ടെ. മയിൽപ്പീലി ചീരക്കണ്ട, മയിൽപ്പീലിയുടെ പോലെ സെൻറ്ററിൽ കുറച്ച് വരകൾ. പിന്നെ നമ്മുടെ സുന്ദരി ചീരേനെ പിന്നെ അറിയാമല്ലോ, ഈ ഒരു കളർ. 3 കെട്ടാക്കിയിട്ട് കൊണ്ടുപോട്ടെ കേട്ടാ, വള്ളി എടുക്കട്ടെ. കൂടി ഇരുന്നിട്ടേ ഓരോ കെട്ടുകളാക്കട്ടെ. ഇന്നെനിക്ക് വേറൊരു വലിയൊരു പണി വരുന്നുണ്ട് കേട്ടാ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പണിയിലിരിക്കുക. അപ്പം നോക്കിയേ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ശരിക്കും തണ്ടുകൾ കാണണം, അപ്പോൾ കുറേ വ്യത്യാസം അറിയാം. നോക്കിയേ എന്താ അതെ. ഈ വഴിക്ക് തന്നെ ഈ ചീര കൊണ്ടുകൊടുക്കട്ടെ.
നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടാ, അവര് അങ്ങനത്തെ ചീരയൊന്നും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാം വേറെ വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വലിയൊരു പണിയെന്ന് പറഞ്ഞില്ലേ, ഞാൻ അങ്ങോട്ട് പോവാം. ഇന്ന് നമുക്ക് തെങ്ങ് കയറുന്ന ദിവസമാണ്. അപ്പോൾ സാധാരണ അറിയാലോ, നമുക്ക് തെങ്ങ് കയറാൻ വരുമ്പോൾ വീണ്ടും ചുറ്റും തെങ്ങുണ്ട്. ഒപ്പം തന്നെ ഈ തെങ്ങിൻ്റെ അടിയിലൊക്കെ ഇട്ട് ഞാൻ ചട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം മാറ്റി കൊടുക്കട്ടെ. ചേട്ടന്മാരുടെ വീട്ടിൽ തെങ്ങ് കയ്യിൽ തുടങ്ങിയിട്ടുണ്ട് ആള്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും അത് മാറ്റി കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ വെക്കാം, കാർപോർട്സിലേക്ക് അറ്റത്തേക്ക് വെക്കാം. അങ്ങനെ നമ്മുടെ ചെടികൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒതുക്കൽ കഴിച്ചു കൂട്ടാ. ഇനി എന്നിട്ടാണെങ്കിൽ ആ ഒരു സൈഡ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ തെങ്ങിൻ്റെ ഇടയ്ക്കലത്തെ ചെടികളൊക്കെ വെക്കണേന് ഇതേപോലെ നമ്മൾ പണികൾ കാണിക്കുമല്ലോ തെങ്ങേറാൻ വരുമ്പോൾ. അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാ സമയത്ത് തെങ്ങിൻ്റെ അടിയിലൊക്കെ ഇത് വെക്കണേന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പം നോക്കിയേ, ഒന്നും വെക്കാതിരിക്കുമ്പോൾ നോക്കിയാൽ എന്തെങ്കിലും ഭംഗിയുണ്ടാ. ഇപ്പം ആ തെങ്ങിൻ്റെ കടക്കിൽ നമ്മളൊരു സൈസ് നല്ല ഭംഗിയുള്ള ഒരു പൂവാട്ടത്, ഇങ്ങനത്തെ പൂ വിരിയും. രാവിലെ മാത്രമേ വിരിയുള്ളൂ. ഇതേ കണ്ട, ഇതേ ഇത് നിറച്ച് വിരിയും. ഇപ്പോൾ ഇതൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞതാ. അപ്പം അങ്ങനെ ഒരു ചെടിയാണ് നമ്മൾ തെങ്ങിൻ്റെ അടിയിലായിട്ട് നമ്മൾ വളർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചട്ടികളിൽ ഇരിക്കുമ്പോൾ നോക്കി കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല. അപ്പോൾ നമ്മൾ ആ തെങ്ങ് കയറാൻ വരുമ്പോഴത്തെ ആ ഒരു പണിയെല്ലാം എടുക്കണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ ആ സൈഡിലുണ്ട്. ഇനി അതും കൂടി മാറ്റി കൊടുക്കട്ടെ. നമുക്കുണ്ടല്ലോ തെങ്ങ് കയറാൻ വന്നപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് എടുക്കുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ് ഇങ്ങനെ കെട്ടി കൊടുത്തു. ഇങ്ങോട്ട് കിടക്കാൻ പറ്റണില്ല അവർക്ക്. അപ്പം അതിൻ്റെ ഒരു ബഹളമാണ് കേട്ടോ ഈ കാണുന്നത്, അങ്ങോട്ട് കിടക്കാൻ പറ്റാത്തതിൻ്റെ. പിന്നെ അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ അവിടെ നിൽക്ക്. ഞാനിങ്ങോട്ട് കടന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കൂടി ബഹളം വെക്കും. അപ്പോൾ എല്ലാ വട്ടത്തെ പോലെ ഇല്ലാട്ടാ, നമുക്ക് ഈ വട്ടം തെങ്ങേറാനായിട്ട് ആൾ മാറിയിട്ടുണ്ട്. സുബ്രേട്ടനെ മുട്ടുവേദനയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇതാ ഇപ്പോൾ കുഞ്ഞേട്ടനായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പേരെന്താ, കുമാർന്ന്. ആളിവിടെ ഉള്ളത് മലയാളി അല്ല, പക്ഷെ ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായിട്ടുണ്ട്. കാരണം മലയാളമൊക്കെ നന്നായി പഠിച്ചു. പട്ടിക്കുട്ടികളെ ചട്ടിയിലൊക്കെ കളിക്കണ കാരണേ അവിടുത്തെ ചട്ടികളൊക്കെ ഇരുന്ന് ഇങ്ങോട്ട് ഒതുക്കി വെച്ചു. ഇവര് ഓരോ ചെടി നശിപ്പിക്കാണേ. അയ്യോ ഇവിടെ കടന്നല്ലോ. ഇല്ലില്ല, ഞാൻ അങ്ങോട്ട് ആക്കാം അവരെ. അത് ഞാനും കൂടി ഇങ്ങോട്ട് കടന്നപ്പോളേ അവർക്ക് ഇനി കുട്ടിപ്പട്ടാളങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ പോണത്. എങ്ങനെ കടന്നു നിങ്ങള് തള്ളി തുറക്ക, അവർക്ക് വലുതായില്ലോ. അപ്പൊ അതിന്റെ ആരോഗ്യമൊക്കെ വന്നവർക്ക്. അപ്പൊ നമ്മള് തെങ്ങേറാൻ വന്നപ്പോ കുമാറിനോട് എന്നെ പറഞ്ഞിട്ട് ചക്കിടാട്ടാ. ഏറ്റവും മുകളിലത്തെ ചക്കകൾ നമുക്ക് വലിച്ചിടാൻ എത്താത്ത ചക്കകളുണ്ട്, അതാണ് ഇടിയണത്. ഒരു ചക്ക ഉണ്ടല്ലോ ഷായിട്ടാ, പഴുത്തിട്ടൊന്നും താഴെ വീണപ്പോ പ്ലീ ആയിട്ടാ. ഈ ചക്ക ഒന്നിനും പറ്റില്ല, നല്ല പ്ലീ ആയിപ്പോയി, ആശയായിപ്പോയി. ഇതൊക്കെ പഴുത്തോളൂ. അയ്യോ ഇതും പൊളിഞ്ഞു, ഈ ചക്കയും പൊളിഞ്ഞു. ഞങ്ങക്ക് ചക്കയുടെ ആളെ കിട്ടാണ്ടേ, അതാണ് രണ്ട് ചക്ക. ഒരു ചക്ക ആകെ നാശമായി പോയി, ഒരു ചക്ക ഒന്ന് പൊളിഞ്ഞു. കുഴപ്പമില്ല, ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ നമുക്ക് വലിച്ചേ കിട്ടും. നമ്പർ തന്നില്ല.
ആ ബാക്കിൽ കയറാണ്ട് കേട്ടാ. അപ്പം നമ്മളിത് ഇത്രയും ചക്ക ഇട്ടു. അതിലൊരു ചക്ക ഒന്നിനും പറ്റില്ല, ഒരു ചക്ക ഇതാ പൊളിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഇത് പിന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ആവശ്യക്കാർക്ക് എല്ലാവർക്കും കൊണ്ടുപോവാം ചക്ക. തെങ്ങ് കയറി കഴിഞ്ഞപ്പോഴേ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി എന്തെങ്കിലും പണിയെടുക്കണമെന്ന് നോക്കിയേ. അതൊരു ഭയങ്കര എന്താ പറയുക, അന്വേഷിക്കുന്നവരുണ്ട്. ഇതെന്താ ഇവിടെ ഈ സ്ഥലം ഇങ്ങനെയൊന്നല്ലല്ലോ ആയിരുന്നു ഞങ്ങൾ കിടക്കുമ്പോൾ. ഇവിടെ ആകെ എന്താന്നുള്ള പോലെ കേട്ടോ. അതൊക്കെയേ ഇഷ്ടമുണ്ട് അവർക്ക്. അത് കടിച്ച് വലിക്കുക, അത് ഇതൊക്കെയാണ് ചെയ്യണേ ഓരോരുത്തർ. എന്താ വല്ലതൊക്കെ മനസ്സിലായാ? എൻ്റെ പൊതമ്പൊക്കെ ഇനി ചീന്തി തരും തോന്നുന്നുണ്ട്. ഇനി പട്ടിന്ന് വെട്ടണ്ട വരില്ല എന്നാ തോന്നണ ഓരോ പണികൾ കണ്ടിട്ട്. എനിക്ക് ഓലക്കുടി കുറച്ച് വേണം കേട്ടാ, ചൂലുരിയാൻ വേണ്ടിയിട്ട്. അന്ന് ഉരിഞ്ഞു എന്തായാലും എല്ലാവർക്കും പട്ടുന്ന വെച്ചാ. അതേപോലെയാണ് പട്ട കടിക്കില്ലേ, ഓലക്കുടി അടിക്കേ. ആ അതിൻ്റെ ഉള്ളിലായിരുന്നു ഇവർ വിട്ടപ്പോൾ പട്ട അതുകൊണ്ട് പൊന്തി. എന്തായാലും ഇവരോടെ കളിക്കട്ടെ. ഞാനേ ചക്ക ഇട്ടപ്പോഴേ എനിക്കൊരാഗ്രഹം, ഒന്ന് പണി കൂടുതലുള്ള ദിവസമാണ്. കാരണം ഇനിയിപ്പോഴത്തെ ഇവിടുത്തെ വീടിൻ്റെ ചുറ്റുള്ളതൊക്കെ ചെയ്യണം. എന്തായാലും അതിന് മുന്നേ ചക്ക കൊണ്ടുപോയിട്ട് എനിക്ക് ചക്കലിശ്ശേരി വയ്ക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് അതൊക്കെ കഴിച്ച് ആയും പോലെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ചക്ക എന്തായാലും കൊണ്ടുപോയി വെട്ടട്ടെ. ഒരു നന്നായി മൂത്ത ചക്ക നോക്കിയിട്ട് ഞാൻ എടുത്ത് നോക്കണത്. കാരണം എന്താണെന്നറിയോ, പകുതി വെച്ച് നമുക്ക് കറി വെച്ചാലും ബാക്കി പകുതി പുളി വയ്ക്കല്ലോ വേഗം. നന്നായി മൂത്തുണ്ട്. ഈ ഒരു കഷ്ണം മതി നമുക്ക് കറി വയ്ക്കാനായിട്ട്. ചക്കയ്ക്കും കരിക്കും നമ്മളിതാ കലത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനിത് 2 കതിര് കറിവേപ്പിലയാണ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതാ പഴുത്ത പച്ചമുളക് നമ്മൾ പൊട്ടിച്ചോളന്നിരുന്നിരുന്നു. അപ്പോൾ അത് ഇതാ നടു മുറിച്ചിട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് അതിൽ ഇട്ട് കൊടുക്കാട്ടെ. ഞാനിപ്പോൾ കയ്യിലുള്ളത് ഇട്ട് കൊടുത്തതാണ്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇതാ 1 ടീസ്പൂണ് മുളക് പൊടി കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര എടുത്താലാണ് 1 ടീസ്പൂൺ ആവട്ടെ എൻ്റെ ഇതുകൊണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് വേവാനുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഓരോ ചക്കയുടെ വേവ് അനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്തായാലും ഇതാ നമ്മുടെ ചക്കയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം അത് ഇത്തിരി കുഴമ്പനായിട്ടാണ് ഇരിക്കേണ്ടത്. നമുക്കിതാ മൂടി വയ്ക്കാം. നമ്മുടെ ചക്ക പൊടിയിൽ നിന്ന് വേവട്ടെ. പിന്നെ നമ്മുടെ ഈ എരിശ്ശേരിക്ക് ആവശ്യമുള്ളത് കണ്ട കുറച്ച് നാളികേരം, കുറച്ച് ഉള്ളി, അതേപോലെ തന്നെ ജീരകം കേട്ടോ. അപ്പോൾ ഞാൻ ജീരകം ഒരു 3/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉള്ളി ഇതാ ഇത്ര എടുത്തിട്ടുണ്ട്. ഒരു മുറി നാളികേരമായിട്ട് നമ്മൾ ചെരുകി എടുത്തിട്ടുള്ളത്. ഇത് വെറുതെ ചതയ്ക്കാനേ പാടുള്ളൂ കേട്ടോ, കൂടുതൽ അരച്ചെടുക്കുക ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ചതച്ചെടുക്കാം. കണ്ട ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ചതച്ചെടുത്ത് നോക്കുന്നത്. ഇനി നമ്മുടെ ചക്ക നമുക്ക് തുറന്ന് നോക്കാം. കാണുമ്പോൾ തന്നെ ആ ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. ഈ ചതച്ചതുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഇതേപോലെ ഒരു കുഴമ്പ് രൂപത്തിലാണ് ഇരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ഇത്തിരി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. ചക്കരിശ്ശേരി 2 തരത്തിൽ നമുക്ക് വെക്കാം. ഒന്ന് വറുത്തെരിശ്ശേരി അല്ലെങ്കിൽ സാധാരണ എരിശ്ശേരി. അപ്പോൾ ഞാനിന്ന് വറുത്തെരിശ്ശേരിയാണ് വെക്കണേ. അപ്പോൾ നോക്കിയാൽ ഇതേപോലെ ആയപ്പോൾ നമ്മളിതാ നാളികേരം ഇട്ട് ഇതാ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത്രയും വേണ്ട കേട്ടോ. ഇതിലിടുമ്പോൾ തന്നെ നമുക്കറിയാം പെട്ടെന്ന് തന്നെ തിളച്ചോളൂ. അപ്പം ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കാം. താളിക്കാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേറ്റ് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നത്, 2 പച്ചമുളക് നടുമുറിച്ചിട്ട് കൊടുക്കുന്നത്, പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകൊക്കെ ഒന്ന് കളർ മാറി വന്നപ്പോൾ നമ്മൾ നോക്കിയാൽ 1 പിടി നാളികേരം കേട്ടോ ഒന്ന് വറുത്തെടുക്കുന്നു. നാളികേരം നോക്കിയാൽ ഇതേപോലെ ഒരു കളറായി വന്നപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് നമുക്ക് നേരെ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചക്കരിശ്ശേരി റെഡി ആയിട്ടാക്കണ്ട.
ഇതേപോലെയാണ് ഇരിക്കുക. ഇത്രേ ഉള്ളൂ. നമ്മുടെ ചക്ക പെട്ടെന്ന് വേവണ കാരണം വേഗം കറി റെഡി ആയിട്ടാ. തെങ്ങ് കയറിയ ആള് പോയി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പച്ചപ്പട്ട നല്ല ഓലക്കുടിയൊക്കെ നോക്കി ചൂലുരിയാൻ വേണ്ടി അങ്ങനെ വെട്ടി ഉരിയണം. പിന്നെയുള്ള കുറച്ച് പട്ടകൾ നമുക്ക് വേണ്ടാത്ത നേരെ നമ്മുടെ അവിടുത്തെ പറമ്പിൽ കൊണ്ടിടാൻ വിചാരിച്ചോളെ. കാരണം ഇവിടെ സൗകര്യമില്ല, അവിടെ കൊണ്ടിടണം. അപ്പോൾ ഉണക്കി വയ്ക്കും, വേഗം അങ്ങോട്ട് കൊണ്ടിടും. ഇവിടുന്ന് ആദ്യമേ ഉണക്കി നോക്കിയിട്ട് റോട്ടിലേക്ക് എടുത്ത് തട്ടാം. പിന്നെ അവിടെ നിന്ന് വലിക്കാൻ സുഖമായല്ലോ. ഇവിടെ നല്ല പച്ചപ്പട്ട ഉണ്ട്. 2 ചൂടിനുള്ള പട്ട എന്താ പറയുക ഓലക്കൂടി വെട്ടി ഉരിയണമെന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് അധികം നീളമുള്ള ചൂലും ഇഷ്ടമല്ല, എന്നാൽ തീരെ കുഞ്ഞിതും ഇഷ്ടമല്ല. നല്ല എന്താ പറയുക ഒരു മീഡിയം പോലത്തെ ചൂല്, അത് നല്ല തുമ്പുള്ളത്, അങ്ങനത്തെ ചൂലിനോടാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ഒരു ഈർക്കിലേക്ക് ആകുമ്പോൾ അധികം കനവില്ല, നമുക്ക് അടിക്കാനൊക്കെ സുഖമായിരിക്കും ടൈലുമേ. ഒരു 3 പട്ടയെങ്കിലും വേണം ഒരു ചൂലിൽ ഈർക്കിളി ഉണ്ടാവാനായിട്ടിട്ടാ. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുള്ളൂ. ഞാൻ എല്ലാത്തിനും അങ്ങനെ കുറേശ്ശെ വെട്ടിയെടുക്കേണ്ടി വരും. ടൈസും കൂട്ടിനെ വിളിക്കണമെങ്കിൽ കേൾക്കണ്ട നമ്മുടെ സിംബ. അപ്പോൾ അവൾ തുടങ്ങും വീണ്ടും കരച്ചില്. ഇനിയിപ്പോൾ ഒരു പട്ടിയും കൂടി ഉള്ള ഈ സൈഡില്ലേ, അതുകൂടി ആ റോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നേരെ അതും കൊണ്ട് നമുക്ക് നേരെ ആ പറമ്പിൽ കൊണ്ടിടാം. നമ്മളിവിടുത്തെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരി ഈ ചട്ടികൾ ഇവിടെ കയറ്റി വെച്ച് ഈ സൈഡ് വൃത്തിയായിട്ടാ.
അപ്പോൾ നമ്മുടെ ഇവിടെ വൃത്തിയായി. പിന്നെ ചൂലുരിയാനുള്ള ഓലക്കൂടി നമുക്ക് ഇതാ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടുത്തെ പട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നല്ലത് നോക്കി കുറച്ച് ഉരിഞ്ഞെടുക്കണം. ഇത് നമ്മുടെ ചക്ക എരിശ്ശേരി. ഇന്ന് ചക്കിട്ടപ്പോളേ ഞാനത് വെച്ചേ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ എന്താ പറയുക, തെങ്ങ് കയറി പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏതാണ്ട് ചായ കുടിക്കുന്ന നേരമായിട്ടാണ്. അപ്പോൾ ഷായിട്ട് പണി സ്ഥലത്ത് നിന്ന് ആ സമയത്ത് എത്തി. അത് മാത്രമല്ല, സർപ്രൈസായിട്ട് ഇതാ എൻ്റെ അനിയനും നമ്മുടെ അച്ഛൻ വന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാന്ന് വെച്ചു. ഒരു ഹായ് പറഞ്ഞ ചെയ്ത് നോക്കിയിട്ട് ഹായ്. കഴിച്ചേ അച്ചു കഴിക്കുന്നുണ്ട്. അച്ഛന് ഇഷ്ടയ്യാ? അച്ഛന് ഇഷ്ടായിട്ടോ. അപ്പൊ അമ്മയുടെ ചക്കരി ശരി അല്ലേ? രസല്ലേ? അതിൽ നോക്കിട്ട് പറഞ്ഞേ രസമുണ്ട്. ആയി സമയായി 5 മണിയായില്ലേ? സമയം പോണെന്ന് അറിയണില്ല കേട്ടാ. ബൈ. എന്തി എന്തി പിന്നെ ഞങ്ങളുണ്ടല്ലോ നമ്മുടെ മോഹൻലാലിൻ്റെ പടയിൽ തുടരും. അത് കാണാനായിട്ട് ഫൺ മൂവീസിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ 9:45 ഷോയ്ക്കായിട്ട് നമ്മൾ